മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. ഇഡിയുടെ ഹർജിയിൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവ് ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ്. മറ്റ് വിശദാംശങ്ങൾ. രോഹിണി, മദ്യനയ അഴിമതി കേസിൽ വിചാരണ കോടതിയായിട്ടുള്ള ഡൽഹി റോസ് അവന്യൂ കോടതി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയെങ്കിലും കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വിചാരണ കോടതിയുടെ ഉത്തരവ് താൽക്കാലികമായി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. വിചാരണ കോടതി ജാമ്യം നൽകിയ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷയിന്മേൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അരവിന്ദ് കെജ്രിവാളിന്റെയും വാദം കേട്ട ശേഷം ഈ അപേക്ഷയിന്മേലുള്ള വിധി പറയുന്നതിനായി കോടതി കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ കേസിന്മേൽ വിധി പറയുന്നത് വരെയാണ് വിചാരണ കോടതി ഉത്തരവ് ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. അതായത് ഹൈക്കോടതിയിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ വാദം നടക്കുകയും വീണ്ടും ഗുരുതരമായ വാദങ്ങളാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിട്ടുള്ളത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി കൺവീനർ എന്ന രീതിയിലും മുഖ്യമന്ത്രി എന്ന രീതിയിലും വ്യക്തിപരമായും അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനാണ് എന്ന് അന്വേഷണ ഏജൻസിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് കുറ്റപത്രത്തിലും ഒപ്പം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളിലും തെളിവുകൾ സഹിതം അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിലവിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കരുത്. ഒരു ഭരണഘടനാ പദവി വഹിക്കുന്നു എന്ന കാരണത്താൽ ജാമ്യം നൽകുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാരണം ജാമ്യത്തിന് അർഹത നൽകുന്നതല്ല എന്നും കേസിൽ അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനാണെന്ന് അന്വേഷണ ഏജൻസിക്ക് തെളിഞ്ഞിട്ടുണ്ട്. ഇതേ കേസിൽ സമാനമായ വകുപ്പുകൾ ചുമത്തിയവർക്ക് ജാമ്യം ലഭിക്കാതെ ഇപ്പോഴും ജയിലിൽ കഴിയുന്നുണ്ട് എന്നുള്ളതും അന്വേഷണ ഏജൻസി ഹൈക്കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ വാദം നടക്കവേ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അന്വേഷണ ഏജൻസി, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പക്ഷപാതപരമായ ഇടപെടലും പ്രവർത്തനങ്ങളും ഈ കേസിൽ കാട്ടിയിട്ടുണ്ട്. ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും അതിന് തുടർന്നുണ്ടായിട്ടുള്ള എല്ലാ നടപടികളും അന്വേഷണ ഏജൻസി സ്വീകരിച്ചത് എന്നൊരു വാദമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഏതായാലും കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. കോടതി ഇരുവിഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷമാണ് ഈ ഒരു അപേക്ഷയിന്മേൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ വിചാരണ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതായി ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെയും വിചാരണ കോടതി ഡൽഹി റോസ് അവന്യൂ കോടതിയായിരുന്നു മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നത്. ഇനി ഡൽഹി ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ തള്ളിയാൽ മാത്രമായിരിക്കും വിചാരണ കോടതിയുടെ വിധി പ്രാബല്യത്തിൽ വരികയും അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള അവസ്ഥയുണ്ടാകൂ. മറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു കോടതി വിധി, ഹൈക്കോടതി വിധി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വിചാരണ കോടതിയുടെ ജാമ്യ ഉത്തരവ് റദ്ദാക്കുന്നതായിരിക്കും. വീണ്ടും അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരേണ്ട സാഹചര്യം ഉണ്ടാകും. മദ്യനയ അഴിമതി കേസിൽ മാർച്ച് 21-നാണ് അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റിലാകുന്നത്. അതേ തുടർന്ന് കർശനമായ നിയമ നടപടികൾ, അത് റിമാൻഡ് റിപ്പോർട്ടിലും ഒപ്പം കുറ്റപത്രം സമർപ്പിക്കുമ്പോഴുമെല്ലാം തന്നെ അന്വേഷണ ഏജൻസികൾ ഈ മദ്യനയ അഴിമതി കേസിന്, അല്ലെങ്കിൽ ആ അഴിമതിയുടെ മുഴുവൻ സൂത്രധാരനും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അരവിന്ദ് കെജ്രിവാളാണ് എന്ന വാദം എപ്പോഴും കോടതിക്ക് മുൻപിലേക്ക് വെച്ചിരുന്നു. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഒരു ഇടക്കാല ജാമ്യം സുപ്രീം കോടതി ഇടപെട്ട് നൽകിയിരുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും തിഹാർ ജയിലിലേക്ക് മടങ്ങുകയുണ്ടായി. ഇപ്പോൾ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ഹൈക്കോടതി ഇപ്പോൾ ആ വിചാരണ കോടതിയുടെ വിധി താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെയും അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകന്റെയും വാദം കേട്ട ശേഷം വിധി പറയുന്നതിനായി മാറ്റിവെക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ വാദപ്രകാരം കുറ്റപത്രം പരിശോധിക്കുമ്പോൾ ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് മദ്യവിതരണത്തിന്റെ പൂർണ്ണ ചുമതല സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകിയതിലൂടെ, സ്വകാര്യ കമ്പനികൾക്ക് അതിന്റെ ചുമതല നൽകിയതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ പ്രതിഫലം അഴിമതി പണമായി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി നേതാക്കളും കണ്ടെത്തി എന്നുള്ളതാണ്. അതും സ്വകാര്യ കമ്പനികൾക്ക് മുൻപ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് പോലും രാജ്യതലസ്ഥാനത്തെ മദ്യവിതരണത്തിന്റെ ചുമതല ആം ആദ്മി സർക്കാർ നൽകിയതിലൂടെയാണ് ഇത്രയധികം അഴിമതി പണം അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി നേതാക്കളും കണ്ടെത്തിയത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒപ്പം CBIയും
കോടതികളിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കേസിൽ CBIയും ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരേ സമയം അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. കേസിന്റെ ഒരു നിർണായക ഇടപെടലായിരുന്നു അല്ലെങ്കിൽ നടപടിയായിരുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. രോഹിണി. ശരി ജിഷ്ണു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. ഇഡിയുടെ ഹർജിയിൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവ് ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.